ഗൈസ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോവുകയാണ്. ഇൻഷാല്ലാ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വീഡിയോയിൽ ഇൻഷാല്ലാ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ എച്ച് മാളിൽ സെൻട്രൽ ബസാറിൽ വന്നേക്കാണ്. ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു പോണ വഴി മക്കളെ മദ്രസയിൽ നിന്ന് വിളിക്കണം. നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട്. മാളിനകത്ത് ബേസ് ഫ്ലോറിലാണ് നമ്മുടെ സെൻട്രൽ ബസാർ വരുന്നത്. അവർക്ക് കേരളത്തിനകത്തും പുറത്തുമായിട്ട് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഏകദേശം 45ഓളം ബ്രാഞ്ചസ് നമ്മുടെ കേരളത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മദ്രസയിൽ മക്കളെ വിട്ടിട്ട് ഇറങ്ങിയെങ്കിലും ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പം മയ്യത്തൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ പോയി മയ്യത്ത് നമസ്കരിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. മദ്രസയിൽ നിന്ന് മക്കളെ വിളിക്കേണ്ട ടൈമായി വരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് അത്യാവശ്യം 1-2 സാധനങ്ങൾ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഈ പലാസോ പാൻസിനൊക്കെ 199 ആണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ടീഷർട്ട്, ലേഡീസിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്. ടീഷർട്ടിനും പലാസോ പാൻറ്റ്, 3/4 പാൻറ്റിനും ഒക്കെ നല്ല കളർ. ഒരു പേസ്റ്റൽ ഗ്രീൻ ഞാൻ എടുക്കാനായിട്ട് എടുത്ത് വെച്ചു, പക്ഷേ ഇക്ക സമ്മതിച്ചില്ല, അതുകൊണ്ട് എടുത്തില്ല ഗൈസ്. ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേനെ, കാരണം നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാമല്ലോ. അതുകൊണ്ട് ബ്ലാക്ക് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷേ ബ്ലാക്ക് ഇല്ലായിരുന്നു അവിടെ. ഇതെല്ലാം 199 ആണ് കണ്ട. ടീഷർട്ട് എല്ലാം 199 ആണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയലും ആണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലെല്ലാം. അത് മാത്രമല്ല നമ്മുടെ ട്രെൻഡ്സിലെയൊക്കെ പോലെ തന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഏതെടുത്താലും അതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ലാർജ് ആയാലും XXL, XXL എല്ലാം അവൈലബിൾ ആണ്. പിന്നെ കുട്ടികളുടെ 6 മാസം മുതലുള്ള കുട്ടികളുടെയൊക്കെ ഷോർട്സ് വെറും 69 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് 1-2 പേര് വ്ളോഗറാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഗേൾസിൻ്റെ നമ്മുടെ ഈ ലോങ് ആയിട്ടുള്ള ടോപ്പൊക്കെ ഉണ്ടല്ലോ, ലോങ് ടോപ്പ് ഗേൾസ് ഇടുന്ന അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഏകദേശം ആ റേഞ്ചൊക്കെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജെൻസിൻ്റെ സൈഡിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ജെൻസിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ജെൻസ് ഐറ്റംസ് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. 5 സ്ലീവ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അത് 5 സ്ലീവ് നിൽക്കുക യൂസ് ചെയ്യത്തില്ല, പിന്നെ എന്തിനാ അതെടുത്ത് നോക്കുന്നത്. ചുമ്മാ നോക്കിയിട്ടൊക്കെ ഇട്ട് കളർ കണ്ടുകൊണ്ട് എടുത്തതാട്ടാ. എവിടെ ചെന്നാലും നമ്മൾ ബ്ലാക്കും ബ്ലൂ ഒന്നും വിടത്തില്ല. പാൻറ്റും ഒക്കെ ഓഫർ റേറ്റിനായിരുന്നു കിടന്നതെന്ന് തോന്നുന്നു. അത് മാത്രമല്ല അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എല്ലാ ദിവസവും ഓരോ ഐറ്റത്തിന് ഓഫറുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പം ഓരോ ദിവസം അവരുടെ ഓൺ പ്രോഡക്റ്റിന്, ചിലപ്പോൾ മൺഡേ ആണെങ്കിൽ അവർ ഓൺ പ്രോഡക്റ്റിനായിരിക്കും ഓഫർ. അങ്ങനെ ഓരോ ദിവസം വീക്കെൻഡ് ഓഫറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ഓഫർ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറിയത് തന്നെ കേട്ടോ. നമ്മൾ സൺഡേ ആണ് ചെന്നത്. വീക്കെൻഡ് ഓഫറായിരുന്നു. വീക്കെൻഡ് ഓഫർ പ്രമാണിച്ച് ഭയങ്കര ഓഫറായിരുന്നു. ഉള്ളിക്ക് 9 രൂപ 1 കിലോ, ഇപ്പോൾ തേങ്ങയ്ക്കാണെങ്കിൽ 9 രൂപ 1 കിലോ, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിൽ അവർ നല്ല ഓഫേഴ്സാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും പാത്രത്തിൻ്റെ സെക്ഷൻ സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു അട്രാക്ഷനാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എനിക്കൊരു കുക്കറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുക്കർ നോക്കാൻ പോയ വഴിക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അവിടുത്തെ സ്റ്റാഫുമായിട്ട് കുക്കറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നോൾട്ടാടെ കുക്കറിനൊക്കെ 1049 രൂപ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതുപോലെ ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ ഒരു 799 നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ. അത്യാവശ്യം നല്ല റേറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ നമ്മുടെ കരുനാപ്പള്ളിയിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ലുലു മാളിലെയൊക്കെ പോലെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റും ഫിഷും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ മീറ്റ് മേടിച്ചായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു. ഇത് കൂടാതെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. പെപ്പർ ചിക്കനും ചിക്കൻ 65 ഒക്കെ ഉണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്ത് വെച്ച. അപ്പം നമ്മൾ ഫ്രഷ് മീറ്റാണ് മേടിച്ചത് കേട്ടോ. ഫ്രഷ് മീറ്റാണ്. നമ്മൾ മീറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് പേഴ്സ് എടുത്തില്ല, കാറിനകത്തിരിക്കുവാന്ന് ഓർത്തത്. പിന്നെ അങ്ങ് കാറിൻ്റെ അടുത്തോട്ട് പേഴ്സ് എടുക്കാനായിട്ട് പോയി. എന്നിട്ട് ഞാൻ നേരെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെക്ഷനിലോട്ടും പോയി. അപ്പം അവിടുന്ന് നേരെ ഞാൻ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ബേക്കറിയൊക്കെ ഏകദേശം ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സെക്ഷനിലോട്ട് പോയി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല ഓഫർ റേറ്റിനുണ്ടായിരുന്നു. നമ്മൾ അന്നത്തെ ഓഫർ എന്ന് പറയുന്നത് പഴമൊക്കെ എനിക്ക് തോന്നുന്നു പച്ചച്ചിങ്ങം പഴം 9 രൂപ, പിന്നെ തേങ്ങ 9 രൂപ, പിന്നെ ഉള്ളി 9 രൂപ, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ബേക്കറി സെക്ഷൻ പറയാതിരിക്കാൻ വയ്യ. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 12-13 ഐറ്റം നട്ട്സ്, കാഷ്യൂ നട്ട്സ് തന്നെ ഉണ്ടായിരുന്നു. അലുവയൊക്കെ നല്ല ചൂട് അലുവ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനം മേടിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. നല്ല ചൂട് അലുവയായിരുന്നു. പിന്നെ ആണെങ്കിൽ എന്തോ പറയണ്ട, അവിടുത്തെ സ്നാക്സ് ഐറ്റംസ് എല്ലാം, ചിപ്സൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച നല്ല ഫ്രഷ് ചിപ്സും, അതുപോലെ മിച്ചറും ഒക്കെ തന്നെ ഒരുപാട് വെറൈറ്റി മിച്ചറ്, വെറൈറ്റി മുറുക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാം പിള്ളേർക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പോണവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിരുന്നു, ഇപ്പോൾ ലൈവ് ഇല്ലാത്ത എന്താണെന്ന് പേഴ്സണലി ചോദിച്ചിരുന്നു. കുറച്ച് പേര് അല്ലാതെ മെസ്സേജ് അയച്ചും ചോദിച്ചിരുന്നു.
ലൈവ് ഇല്ലാത്തത് നമ്മുടെ ലൈവിൽ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 90 ഡേയ്സ് കഴിഞ്ഞ് ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ അറിയുന്നവരും വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 7 ഡേയ്സ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, 1 വീക്ക് എന്നാണ് വിചാരിച്ചത്. സ്ട്രൈക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.